ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉത്പന്നങ്ങളുമായി ഓട്ടോ ഡ്രൈവർ കൂത്തുപറമ്പ് പോലീസിന്റെ പിടിയിൽ. ആമ്പിലാട് CKM ഹൌസിൽ TK ഷക്കീറാണ് പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിന് സമീപം നടത്തിയ പരിശോധനയിലാണ് 5 ചാക്കുകളിലായി ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. കൂത്തുപറമ്പ് SHO ഗംഗപ്രസാദിനെ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ SI VP അഖിലിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ 6 മണിക്ക് കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിന് സമീപം നടത്തിയ പരിശോധനയിലാണ് KL 58S 2389 നമ്പർ ഓട്ടോറിക്ഷയിൽ 5 ചാക്കുകളിലായി കടത്തുകയായിരുന്ന പുകയില ഉൽപ്പന്നങ്ങളുമായി ഓട്ടോ ഡ്രൈവർ TV ഷക്കീറിനെ പിടികൂടിയത്. ലഹരിക്ക് എതിരെയുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പുലർച്ചെ ഒരു 6 മണിക്ക് ശേഷം അങ്ങനെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളായ ക്യാൻസ്, അതേപോലെ തന്നെ കൂളിപ്പ് ബാംഗ്ലൂരിൽ നിന്ന് കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരു ഓട്ടോറിക്ഷയിൽ ഇറക്കാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ രാവിലെ അവിടെ എത്തുകയും പ്രധാനമായും SIമാരായ മനോജ് കുമാർ, പിന്നെ അതേപോലെ തന്നെ ഡ്രൈവർ പ്രജിത്ത് ഇവരൊക്കെ അവിടെ എത്തി. അവിടെ സർവൈലൻസിൽ നോക്കി അങ്ങനെ ഈ ഓട്ടോറിക്ഷയിൽ ഈ ചാക്കുകൾ കയറ്റുന്ന സമയത്ത് തന്നെ ഇവർ അത് നോക്കിയപ്പോൾ അതിൽ ഈ 5 ചാക്കുകളിൽ 3 ചാക്കുകൾ പാൻസാണ്, അതേപോലെ തന്നെ 2 ചാക്ക് കൂളിപ്പാണ്. ഇത് രണ്ടും നമ്മുടെ കേരളത്തിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ്. ക്യാൻസർ പോലുള്ള നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ അതേപോലെ തന്നെ ഓട്ടോറിക്ഷയിൽ ഈ 5 ചാക്കുകളായിട്ട് നമ്മൾ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. 3 ചാക്കുകളിലായി 15 എണ്ണം അടങ്ങിയ 150 പേക്ക് ഹൻസും 2 ചാക്കുകളിലായി 15 എണ്ണം അടങ്ങിയ 100 പാക്കറ്റ് കൂൾ ലിപ്പുമാണ് പരിശോധനയിൽ പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് കൂത്തുപറമ്പിൽ നിന്നും പിടികൂടിയത്. SI മനോജ് കുമാർ, ലതീഷ്, പ്രജിത്ത് എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.